Good morning. Welcome to KD Online Classes. English +2 English Chapter 7 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സമ്മറി എല്ലാ ചാപ്റ്ററിൻ്റെയും പോലെ നോട്ട്സ് ആക്കുമ്പോൾ അതിൽ സമ്മറിയും പാരഗ്രാഫുകളും ആക്കും. നമ്മളിവിടെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ട്രൂ ഓർ ഫാൾസും ഉണ്ടാവും. ഞാൻ അത് നോട്ട്സ് ആക്കുമ്പോൾ അതിൽ അയച്ചു തരാം. ഓക്കെ, അപ്പൊ അതിൽ ഡൗട്ട് ഉണ്ടാവാൻ വഴിയില്ല, അതുകൊണ്ടാണ് അത് നമ്മൾ വീഡിയോയിൽ പറയാത്തത്. അതിൽ ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും അത് മാത്രം ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എല്ലാവരും ഡൗട്ടുള്ള ആളുകൾ എന്തായാലും എൻ്റെ അടുത്ത് വാട്സാപ്പിൽ ചോദിക്കണം. ഓക്കെ, വാട്ട് ക്വാളിറ്റീസ് ക്യാൻ ലെറ്റ് ദ സ്റ്റുഡൻസ് ഓവർകം ഫ്രം ദിസ് ആങ്സൈറ്റി? അപ്പോൾ വാട്ട് ക്വാളിറ്റീസ് ക്യാൻ ലെറ്റ് ദ സ്റ്റുഡൻറ്, കുട്ടികൾക്ക് ഈ ഒരു ആങ്സൈറ്റി, ടെൻഷൻ അല്ലെങ്കിൽ എന്താകും എന്നുള്ള ഒരു വിചാരം, അങ്ങനെയുള്ള ആ വിചാരം മറികടക്കാൻ കുട്ടികൾക്ക് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത്? ഉത്തരം, ടു ടൈപ്പ് ഓഫ് ആങ്സൈറ്റീസ് ആർ quality of adjustment between the mental level and the demands can let the student overcome from the anxiety. അപ്പോൾ ഒരു ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് കുട്ടികൾക്ക് വേണ്ടത്. ഒരു സാധനം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്താണ്, മാനസികമായിട്ട് അതിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കണം. ആ സാധനം വേണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളതൊക്കെ മാനസികമായിട്ട് തോന്നണം. അങ്ങനെയുള്ള കഴിവ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ആങ്സൈറ്റി ഉണ്ടാവില്ല. ഒരു കുട്ടി ഫെയിലായി വിചാരിക്കുക, ഇനി എന്ത് എന്നുള്ളത്, ആ ആങ്സൈറ്റി അല്ല വേണ്ടത്. അവർക്ക് എന്ത് ചെയ്യാം, അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. എങ്ങനെ? വേറൊരു മാർഗം കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ആരും ആലോചിക്കരുത്. അതിനൊരു സൊല്യൂഷൻ എന്തായാലും കിട്ടും അങ്ങനെ കിട്ടുമെന്ന് മാനസികമായി വിശ്വസിക്കുക, അല്ലെങ്കിൽ മാനസികമായി അങ്ങനെ കിട്ടുമെന്ന് തയ്യാറെടുക്കുന്നതിനെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻസർ, ക്വാളിറ്റി ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ബിറ്റ്വീൻ ദ മെന്റൽ ലെവൽ ആൻഡ് ഡിമാൻഡ് ക്യാൻ ലെറ്റ് ദ സ്റ്റുഡൻസ് ഓവർകം ഫ്രം ദിസ് ആങ്സൈറ്റി. അപ്പോൾ മാനസികമായിട്ടുള്ള ഈ ഒരു മാറ്റം അല്ലെങ്കിൽ മാനസികമായുള്ള ഒരു തയ്യാറെടുപ്പ് ആണ് കുട്ടികൾക്ക് ആവശ്യം. എന്തിന്? ബിറ്റ്വീൻ അഡ്ജസ്റ്റ്മെന്റ്, മാനസികമായി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കണം. ബിറ്റ്വീൻ ദ മെന്റൽ ലെവൽ ആൻഡ് ദ ഡിമാൻഡ്, നമുക്ക് എന്തെങ്കിലും വേണം തോന്നുന്ന ആ ഡിമാൻഡ്, ആ ആവശ്യകതയും ആ തോന്നലും, അത് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കണം എന്നാണ് അതിന്റെ ചുരുക്കം. ഓക്കെ, അടുത്ത, വാട്ട് ആർ ദ ടു ടൈപ്പ് ഓഫ് ആങ്സൈറ്റി? രണ്ട് തരത്തിലുള്ള ആങ്സൈറ്റികൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഉത്തരം, ടു ടൈപ്സ് ഓഫ് ആങ്സൈറ്റീസ് ആർ ഒപ്റ്റിമൽ ആങ്സൈറ്റി ആൻഡ് ഓവർ ആങ്സൈറ്റി. രണ്ട് ടൈപ്പ് ആങ്സൈറ്റികളാണ്, ഒപ്റ്റിമൽ ആങ്സൈറ്റി ആൻഡ് ഓവർ ആങ്സൈറ്റി. രണ്ട് ടൈപ്പ് ആങ്സൈറ്റികൾ. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ എന്നൊക്കെ പറയും നമ്മള്, ഇനി എന്താകും, അതാണ്. ഓവർ ഉത്കണ്ഠയും പാടില്ല. ഒപ്റ്റിമൽ ലെവലിൽ രണ്ട് ഉത്കണ്ഠകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിലുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മെന്റൽ ബ്ലോക്ക് ഹാപ്പൻ ഡ്യൂറിങ് എക്സാമിനേഷൻ? പരീക്ഷാ സമയത്ത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? ചില കുട്ടികൾക്ക് ഉണ്ടാവും, പരീക്ഷ അടുപ്പിക്കുമ്പോൾ ഓരോ അസുഖങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പേടി ഉണ്ടാവും, അങ്ങനെയുള്ള പരീക്ഷയെ പേടി, ഇതൊക്കെ ഉണ്ടാവും. സത്യത്തിൽ പരീക്ഷ ആരും പേടിക്കേണ്ട കാര്യമില്ലാത്ത സംഗതിയാണ്. അത് വേറെ പറയാം, ഞാൻ ഇത് ആൻസർ പറയാം. ആങ്സൈറ്റി ആൻഡ് ഫിയർ കോസസ് മെന്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. കുട്ടികൾക്ക് മെന്റൽ ബ്ലോക്ക് ഉണ്ടാവാൻ, പരീക്ഷ സമയത്ത് മെന്റൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഒന്ന് ആങ്സൈറ്റി, രണ്ടാമത് പേടി. പരീക്ഷ പേടിക്കേണ്ട ഒരു സാധനമല്ല. അതുപോലെ ആങ്സൈറ്റി, ഇനി എന്താവും, ഈ പരീക്ഷ അല്ലെങ്കിൽ ഇതിന്റെ മാർക്ക് കിട്ടിയില്ലെങ്കിൽ കുറഞ്ഞാൽ എന്താവും, ആ ചിന്തകളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പഠിച്ചത് മറക്കും. ഇങ്ങനത്തെ ടെൻഷൻ ആയി പോയാൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവും, പരീക്ഷയ്ക്ക് ചിലപ്പോൾ എഴുതാൻ കിട്ടില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അത് വേറെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ റൈറ്റർ ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു മാനേജ് ദംസെൽഫ്? അപ്പൊ എങ്ങനെയാണ് റൈറ്റർ കുട്ടികളെ സ്വയം മാനേജ് ചെയ്യാൻ, സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ് എഴുത്തുകാരൻ പറയുന്നത്? റൈറ്റർ ഗിവ് ലോട്ട്സ് ഓഫ് ടിപ്പ് ടു മാനേജ് സ്റ്റുഡൻസ് ടൈം സച്ച് ആസ് നോട്ട് ടു വാച്ച് ടെലിവിഷൻ ഫോർ എ ലോങ് ടൈം, സെൽഫ് ഡിസിപ്ലിൻ, ടേക്കിംഗ് പ്രോപ്പർ സ്ലീപ്പ്. ഇപ്പൊ എഴുത്തുകാരന്റെ അഭിപ്രായത്തിൽ എഴുത്തുകാരൻ കുറെ ടിപ്പുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. എന്തൊക്കെയാണ്? കൂടുതൽ സമയം ടി വി കാണരുത്, അതേപോലെ സെൽഫ് ഡിസിപ്ലിൻ വേണം, അതുപോലെ ടേക്കിംഗ് പ്രോപ്പർ സ്ലീപ്പ്, കൃത്യമായ ഉറക്കം വേണം. രാത്രി ഫുൾ ഫോണിൽ കളിച്ചിട്ട് രാവിലെ നീക്കുക, പോവുക, സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോവുക, അങ്ങനെ ഒരിക്കലും പാടില്ല. ഓക്കെ, പ്രോപ്പറായിട്ട് ഉറങ്ങണം. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്ത് വേണം പരീക്ഷയ്ക്ക് ചെല്ലാന്. അല്ലെങ്കിൽ പരീക്ഷന്റെ അന്ന് രാത്രി ഫുൾ ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ച് പിറ്റേന്ന് പോയി പരീക്ഷ ഹാളിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങുക, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പരീക്ഷന്റെ തലേദിവസമൊക്കെ പ്രോപ്പർ ഉറക്ക് ആവശ്യമാണ്. വാട്ട് ഈസ് റിക്വയർഡ് ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബ്രെയിൻ? നമ്മളെ ബ്രെയിനിന്റെ കറക്റ്റ് ഫങ്ഷനിങ്, കൃത്യമായ പ്രവർത്തനത്തിന് എന്തെല്ലാമാണ് ആവശ്യം? പോസിറ്റീവ് റിസൾട്ട്. 7 to 8 hours sleeping is necessary for optimal physical rest and brain functioning. ദിവസേന 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം, എന്നാലേ നമ്മളെ ബ്രെയിന് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഒപ്റ്റിമൽ ഫിസിക്കൽ റെസ്റ്റ് എന്നാണ് ഇതിന് പറയാം, ആൻഡ് ബ്രെയിൻ ഫങ്ഷനിങ്. ഓക്കെ, അതായത് നമ്മളെ റെസ്റ്റ്, നമ്മളെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ്. ഇതൊരു മെഷീനൊന്നും അല്ലല്ലോ, ഇത് മനുഷ്യനല്ലേ, അപ്പൊ റെസ്റ്റ് ആവശ്യമാണ്. ഹൗ ക്യാൻ വി അച്ചീവ് പോസിറ്റീവ് റിസൾട്ട്സ്? എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് റിസൾട്ടുകൾ കിട്ടുക? പോസിറ്റീവ് റിസൾട്ട് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി വെൻ പോസിറ്റീവ് തോട്ട്സ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രമേ അതൊരു പോസിറ്റീവ് റിസൾട്ട് വരുള്ളൂ. പരീക്ഷയ്ക്ക് നല്ലോണം പഠിക്കുക, ഇനി നല്ല മാർക്ക് കിട്ടും എന്നുള്ള ദൃഢവിശ്വാസം ഉണ്ടാവണം. അല്ലാതെ ഫുൾ പഠിച്ചോ എനിക്കൊന്നും കിട്ടൂല, ഞാൻ തോക്കും എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് പോവാനേ പാടില്ല. പരീക്ഷ എന്നല്ല, ഏത് കാര്യത്തിനും ബി പോസിറ്റീവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഷുഡ് ദ സ്റ്റുഡന്റ് യൂട്ടിലൈസ് അൺഫിൽഡ് ടൈം? കുട്ടികളെ എങ്ങനെയാണ് അൺഫിൽഡ് ആയിട്ടുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതെന്നാണ്. എ സ്റ്റുഡന്റ് gets 10 hours unfilled time. Best student is going to utilize this time by making proper timetable. ഒരു 10 മണിക്കൂർ അൺഫിൽ ആയിട്ടുള്ള സമയം കിട്ടിയാലേ കുട്ടികൾ അത് കറക്റ്റ് വിനിയോഗിക്കണം. 10 മണിക്കൂറും 10 സിനിമ കണ്ട് തീർക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതെന്താ ചെയ്യുക? 10 മണിക്കൂറും പ്രോപ്പറായിട്ട് ഇത്ര സമയത്ത് ഇന്നത് ചെയ്യുക, ഇന്ന സമയം ഇന്നത് ചെയ്യുക, അങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അത് നടത്തും കൂടി വേണം. അടുത്ത പാരഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് എക്സസൈസ് ഷുഡ് ബി അപ്ലൈഡ് ടു കീപ് യുവർ സെൽഫ് ഹെൽത്തി? അപ്പൊ നമ്മളെ ശരീരം ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? ബ്രിസ്ക് വാക്കിംഗ്, സ്വിമ്മിങ്, ജോഗിംഗ്, എറോബിക്സ് എക്സെട്ര ആർ എഫക്റ്റീവ് to keep our body healthy. Cycling also a good experience. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളെ കുറിച്ചാണ്. ഒന്ന് വാക്കിംഗ്, ബ്രിസ്ക് ആയിട്ട് നല്ല സ്പീഡിൽ വലിഞ്ഞ് നടക്കുക. സ്വിമ്മിങ്, നീന്തല്. ജോഗിങ്, നമ്മൾ ജോഗ് ചെയ്യുമല്ലോ, നല്ല സ്പീഡിലല്ല, പതുക്കെ ഓടുക. പിന്നെ എറോബിക് എക്സസൈസുകൾ തന്നെ കുറെ ഉണ്ട്. അതുപോലെ പിന്നെ സൈക്ലിംഗ്, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, why should a person need to train himself to think positively? പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, എല്ലാം ശരിയാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യണം. A person should train himself to think positively to remain calm and at peace. എല്ലാ കാര്യങ്ങളും നന്നായി നടക്കും എന്നുള്ള വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എപ്പോഴും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Why do students take steps to committing suicide? കുട്ടികള് എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്? ഈ എഴുത്തുകാരന്റെ അഭിപ്രായത്തിൽ
കുട്ടികൾ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണെന്നാണ് ചോദ്യം. സ്റ്റുഡന്റ് who are unable to cope with disappointment due to failure of their performance lower than expectation take step of committing suicide. സാധാരണ വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്ത കുട്ടികളൊക്കെയാണ്, അവരൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അത് നടന്നിട്ടില്ലെങ്കിൽ ആണ് ഈ സാധാരണഗതിയിൽ ഈ ടൈപ്പ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തല് എന്നാണ് ഈ എഴുത്തുകാരന്റെ അഭിപ്രായം. സത്യത്തില് എല്ലാ പ്രാവശ്യം എല്ലാവരും ജയിക്കും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. തോൽവി എല്ലാവർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. ഇപ്പൊ മനസ്സിനെ അതിന് വേണ്ടി പാകപ്പെടുത്തണം. അതാണ് ഫസ്റ്റ് പറഞ്ഞത്. എന്റെ കാര്യങ്ങളൊക്കെ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നില്ലേ? അതുപോലെ മാനസികമായിട്ട് അഡ്ജസ്റ്റ്മെന്റ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കണം, പോസിറ്റീവായി എടുക്കാൻ സാധിക്കണം. റിസൾട്ട് വന്നു, ഫെയിലായി, എന്താ ചെയ്യുക? അടുത്ത തവണ വീണ്ടും ട്രൈ ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ എല്ലാതും നടക്കണം യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോ അത് എന്താ പറയാ, വീണ്ടും ട്രൈ ചെയ്യാണ് വേണ്ടത് എന്നാണ് ഓഥർ ഇവിടെ പറയുന്നത്. വിച്ച് ഗ്രേറ്റ് തോട്ട് ഈസ് ഗിവൺ ഹിയർ ഇൻ ദ പാസേജ്. ഒരു വലിയൊരു ചിന്ത നെ കുറിച്ചിട്ട് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണെന്ന്? ഫെയിലിയർ ഈസ് നെവർ ഫൈനൽ ആൻഡ് സക്സസ് ഈസ് നെവർ ആൻ എൻഡ്. തോൽവി ഒരിക്കലും ഒരു അവസാനമല്ല, അതുപോലെ തന്നെ എന്താണ്, വിജയം ഒരിക്കലും ഒരു അവസാനമല്ല. നെവർ ആൻ എൻഡ്. സക്സസ് ഈസ് നെവർ ആൻ എൻഡ്. തോൽവി ഒരു അവസാനമല്ല, ജയം ഒരു എൻഡും അല്ല, അവസാനമല്ല. അത് ഇന്ന് തോറ്റാള് നാളെയും തോൽക്കും എന്നല്ല. ഓക്കെ, ഇന്ന് തോറ്റു ഒക്കെ കഴിഞ്ഞു എന്നാരും വിചാരിക്കേണ്ട. ഇറ്റ്സ് നോട്ട് എ ഫൈനൽ. അവസാനമല്ല, അവസാനത്തതല്ല. പക്ഷെ വിജയം ഇന്ന് ജയിച്ചോ, ഞാൻ ഇനി എന്നും ജയിക്കും എന്ന് ആരും വിചാരിക്കും വേണ്ട. അതും എൻഡ് അല്ല, അത് ഇറ്റ്സ് നോട്ട് എൻ എൻഡ്. അതും ഒരു എൻഡ് അല്ല, അതും അവസാനമല്ല. ഹൗ ക്യാൻ വി സോൾവ് അവർ പ്രോബ്ലംസ്? നമ്മളെ പ്രോബ്ലംസ് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്? വി ക്യാൻ സോൾവ് അവർ പ്രോബ്ലം ബൈ ഷെയറിംഗ് വിത്ത് അവർ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഓർ പാരന്റ്സ്. എല്ലാവർക്കും ധാരാളം പ്രശ്നം ഉണ്ടാവും, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ മറ്റൊരാളോട് പറയുമ്പോൾ, അത് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കത് അതിനൊരു സൊല്യൂഷൻ മനസ്സിനും ഒക്കെ ഒരു കിട്ടുക. ഇനി അടുത്ത ടൈപ്പ് 30 to 40 വേർഡ്സിൽ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ സ്റ്റുഡൻസ് ഗെറ്റ് സ്ട്രെസ്? ഓർ വൈ ഡു അഡോൾസെന്റ് ഗെറ്റ് സ്ട്രെസ്ഡ്? ഓർ വാട്ട് ആർ ദ റീസൺ ഫോർ ഇൻക്രീസിങ് സ്ട്രെസ് ലെവൽ? മൂന്നും ഒരു ചോദ്യങ്ങളാണ്. അപ്പൊ കുട്ടികൾക്ക് ഈ മാനസിക പിരിമുറുക്കം ഉണ്ടാവാനുള്ള റീസൺ, അതാണ് ചോദ്യം. ഓക്കെ, അഡോൾസെൻസ് പറഞ്ഞ ഈ കൗമാരപ്രായമുള്ള കുട്ടികൾക്ക് കൂടുതൽ ടെൻഷൻ, മാനസികമായ പിരിമുറുക്കം, ഇതൊക്കെ എന്താ റീസൺ എന്നാണ്. അപ്പൊ അതിനുള്ള ഉത്തരം ഈ ഓഥർ, ഈ എഴുത്തുകാരന്റെ രീതിയിലാണ് പറയുന്നത്. സ്റ്റുഡൻസ് ഹാവ് ടു ഫേസ് ഡിമാൻഡ് ഓഫ് their developmental activities and demand of complex society. കുട്ടികൾക്ക് എന്തൊക്കെ ഡിമാൻഡുകൾ, എന്തൊക്കെ ആവശ്യങ്ങളാണ് നിറവേറ്റി കൊടുക്കേണ്ടത്? ഡിമാൻഡ് ഫോർ ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, അവരെ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവർ തന്നെ എല്ലാം ചെയ്യേണ്ടത്, അല്ലെ? അവരെ വികസനത്തിന്, വ്യക്തിത്വ വികസനം, മാനസിക വികസനം, ഈ കാര്യങ്ങൾക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ തന്നെ ചെയ്യണം. അതിന് പുറമെ സൊസൈറ്റിന്റെ ആവശ്യങ്ങളും ഉണ്ട്, സമൂഹത്തിന്റെ ആവശ്യങ്ങളും ഉള്ള കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യണം, കുട്ടികൾ തന്നെ ചെയ്യണം. വിച്ച് ക്രിയേറ്റ് കട്ട് ത്രോട്ട് സിറ്റുവേഷൻ. ഈ എല്ലാതും കൂടിയാണ് ഈ കുട്ടികൾക്ക് മാനസികമായ പിരിമുറുക്കം ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ട് റീസൺ. കട്ട് ഷോർട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കട്ട് ത്രോട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം, ഭയങ്കര സിറ്റുവേഷൻ കുറച്ചും കൂടി ഭയങ്കര എന്താ പറയാ, കുട്ടികൾക്ക് വളരെ പ്രയാസം ഉള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. സ്റ്റുഡൻസ് ആർ ആൻഷ്യസ് as they are worried about whether they would be able to live up to the expectation of their peers. കുട്ടികൾക്ക് എപ്പോഴും ആങ്സൈറ്റി ആയിരിക്കും, എന്താവും എന്നുള്ള ആങ്സൈറ്റി ആയിരിക്കും. അവരെ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രായക്കാരാണ്, സമപ്രായക്കാരുടെ എക്സ്പെക്ടേഷന് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ, സമപ്രായക്കാർ വിചാരിക്കുന്ന അതേ രീതിയിൽ ജീവിക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ള ചിന്തയാണ് ഓരോ വിദ്യാർത്ഥിയെയും മാനസികമായ പിരിമുറുക്കത്തിലേക്ക് ഏൽപ്പിക്കുന്നത്. ഞാൻ എന്റെ വഴിക്ക് ജീവിക്കും എന്നുള്ളൊരു ചിന്ത ഒരു കുട്ടിക്കുണ്ടോ, ആ കുട്ടിക്ക് വേറൊരു പ്രശ്നം ഉണ്ടാവൂല.
ഒരാൾക്ക് എനിക്ക് 100-ൽ 20 മാർക്ക് കിട്ടി, അത് എന്റെ മാർക്കാണ് എന്നുള്ളത് അടുത്ത പ്രാവശ്യം ഞാനത് കൂട്ടാൻ ശ്രമിക്കും, അത് മതി. അല്ലാതെ ഒരിക്കലും എനിക്ക് മാർക്ക് കുറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും പഠിക്കൂല, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ. പിന്നെ ടീച്ചേഴ്സും പാരന്റ്സിന്റെ ഒക്കെ എക്സ്പെക്ടേഷന് അനുസരിച്ച് ഞാൻ എത്തുമോ എന്നുള്ള ചിന്ത ആണ് ഏറ്റവും വലിയ ആങ്സൈറ്റിക്ക് കാരണം. സ്ട്രെസ് ലെവൽ ഓൾസോ ഗെറ്റ് ഇൻക്രീസ് ഡ്യൂ ടു ഐഡന്റിറ്റി crisis and when students have to take a career oriented decision. പിന്നെ കുട്ടികള് ഇന്ന കരിയർ എടുക്കണം, ഇന്ന ജോലി, ഇന്ന കരിയറിലേക്ക് പോകണം എന്നൊക്കെയുള്ള ഡിസിഷൻ എടുക്കുമ്പോഴൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാകും ഓരോ കുട്ടികൾക്കും. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി പ്ലസ് ടുവിന് ഇന്ന സബ്ജക്ട് എടുക്കണം, പ്ലസ് 2 കഴിഞ്ഞു, ഇനി ഡിഗ്രിക്ക് ഇന്നത് എടുക്കണം, അല്ലെങ്കിൽ അത് പോകണം, ഇത് വേണ്ടിയിരുന്നില്ല അതിന് പോയാൽ മതിയിരുന്നു. ആ ചിന്തകളൊക്കെ സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. Apart from all these things, lack of communication also create anxiety problem. പിന്നെ കമ്മ്യൂണിക്കേഷൻ, പരസ്പര ബന്ധപ്പെടൽ കുറഞ്ഞാലും എന്ത് സംഭവിക്കും? ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഡയറ്റ് എഫക്ട് അവർ പ്രോബ്ലം ഓർ വിച്ച് തിങ്സ് വി ഷുഡ് ഇൻക്ലൂഡ് ഇൻ അവർ ഡയറ്റ് ടു അവോയ്ഡ് ആങ്സൈറ്റി? നമ്മളെ ഡയറ്റ്, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ക്രമത്തില് എന്തൊക്കെ ഉൾപ്പെടുത്തിയാലാണ് ആങ്സൈറ്റി കുറയാൻ സാധിക്കുക എന്നാണ് ചോദ്യം. ആങ്സൈറ്റി ഡിപ്പെൻഡ്സ് ഓൺ അവർ മെന്റൽ സ്ട്രെങ്ത്, ദാറ്റ് ഈസ് റിസൾട്ട് ഓഫ് ഗുഡ് ബ്രെയിൻ, അല്ലെ? നല്ലൊരു ബ്രെയിനിൽ നിന്നാണ് ബ്രെയിൻ ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളെ മെന്റൽ ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ബ്രെയിൻ നീഡ് ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാൽഷ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ. നമ്മളെ ബ്രെയിനിന്റെ പ്രോപ്പർ വർക്കിങ്ങിന് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്, അത് നമുക്ക് ശ്വസിക്കുമ്പോൾ കിട്ടും. ഗ്ലൂക്കോസ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടും. കാൽഷ്യം, ഫോസ്ഫറസും അയണും ഒക്കെ എന്താണ്? കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുക. സ്റ്റുഡന്റ് ഷുഡ് സിറ്റ് ഇൻ വെൽ വെന്റിലേറ്റഡ് ഏരിയ വൈൽ സ്റ്റഡി. പഠിക്കുന്ന സമയത്ത് ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ട് വായുസഞ്ചാരമുള്ള മുറികളിൽ ഇരുന്ന് വേണം പഠിക്കാൻ. എ ഡയറ്റ് ഇൻക്ലൂഡിംഗ് മിൽക്ക്, ചീസ്, വാൾനട്ട്, വീറ്റ് ഗ്രാം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, റാഗി, ഡേറ്റ്സ് മേക്ക് അവർ ബ്രെയിൻ ഹെൽത്തി ആൻഡ് ഫ്രഷ് എവറി ടൈം. കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എന്തൊക്കെ കുട്ടികൾ പാല് കഴിക്കണം, അതുകൊണ്ടാണ് കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ പാല് കുടിക്കണം എന്ന് പറയുന്നത്. ചീസ്, അതുപോലെ വാൾനട്ട് ഡ്രൈ ഫ്രൂട്ട് ആണ്, ഗ്രീൻ ഗ്രാം, വീറ്റ് ഗോതമ്പ്, അതുപോലെ പച്ച ഇലക്കറികൾ, പച്ച ഇല, റാഗി, അതുപോലെ ഡേറ്റ്സ്, അങ്ങനെയുള്ള ഫ്രൂട്ട്, ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് മെന്റൽ ഹെൽത്തിനും നമ്മള് ഫ്രഷ് എവറി ടൈം എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കാനൊക്കെ ആവശ്യമുള്ളത്. ഡയറ്റ് റിച്ച് ഇൻ ഫൈബർ ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഓൾസോ റിഡ്യൂസ് സ്ട്രെസ്. അതുപോലെ ഫൈബർ കണ്ടന്റ് നാരുകൾ അടങ്ങിയ ഭക്ഷണം ഇതിന് ഫ്രൂട്ട്സ് ആയാലും അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ വളരെ ഉത്തമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രിവെന്റീവ് മെഷേഴ്സ് ഫോർ സ്ട്രെസ്? സ്ട്രെസ് ഇല്ലാതാക്കാൻ, പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? To avoid stress, one should manage time properly. Jobs should be divided into important, less important and routine jobs. അപ്പോൾ എന്ത് വേണം? നമ്മൾ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടൈം മാനേജ്മെന്റ്, ടൈം കൃത്യമായ, ഒരാൾക്ക് 1 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 1 മണിക്കൂർ കൃത്യമായി ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് ടൈം പ്രോപ്പറായിട്ട് ചെയ്യണം. പിന്നെ ജോബ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻറ്റു, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളെ ജോലികൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, കുറച്ച് പ്രാധാന്യം കുറഞ്ഞത്, പിന്നെ റൂട്ടീൻ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ തരംതിരിക്കണം. എക്സസൈസ് ഓൾസോ ഹെൽപ്പ് ടു റെഡ്യൂസ് സ്ട്രെസ്. സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ട് എക്സസൈസ് ഒരു നല്ല ഉപാധിയാണ്. വൺ ക്യാൻ ഡു സെർട്ടൻ എക്സസൈസ് ഈവൻ വൈൽ ട്രാവലിംഗ്. ഒരു യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് യാത്രാമധ്യേ ചെയ്യാൻ പറ്റിയ എക്സസൈസുകളും ധാരാളം ഉണ്ട്. വൺ ഷുഡ് കൾട്ടിവേറ്റ് ഹോബീസ് അക്കോർഡിംഗ് ടു വൺ സ്റ്റേജ്. നമ്മൾക്ക് ഹോബീസ് ഉണ്ടാവും, അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ്, ഓരോ താല്പര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനനുസരിച്ച് വേണം നമ്മുടെ ഹോബീസ് ചിട്ടപ്പെടുത്താൻ. ഹോബീസ്, ഇപ്പോൾ ഒരാൾക്ക് പാട്ട് പാടൽ ഹോബിയാണെങ്കിൽ പാട്ട് പാടുമ്പോൾ അയാൾക്ക് മാനസികമായിട്ടുള്ള സംതൃപ്തി, സന്തോഷമൊക്കെ ലഭിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കും താല്പര്യം. വൺ ഷുഡ് ഓൾവേസ് തിങ്ക് പോസിറ്റീവ് ആൻഡ് ബി കാം. ഓക്കെ, എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാം നടക്കും എന്നുള്ള കാര്യം അങ്ങനെ ചിന്തിക്കുക, സമാധാനം കിട്ടും. അടുത്ത, ഹൗ ഡസ് സ്റ്റുഡന്റ് ആൻഡ് അഡോൾസെന്റ് ഗെറ്റ് സ്ട്രെസ്ഡ്?
സ്റ്റുഡൻസും അതുപോലെ കൗമാര പ്രായക്കാരും എങ്ങനെയാണ് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് അവർക്ക്. സ്റ്റുഡൻറ് ഹാവ് ടു ഫേസ് ഡിമാൻഡ് ഫോർ കോമ്പറ്റേറ്റീവ് വേൾഡ് അല്ലെ. ഈ കോമ്പറ്റീഷൻ വളരെ കൂടുതലുള്ള ഈ ഭൂമി, ഈ ലോകത്ത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് കോമ്പറ്റീഷൻസ് ആണ്. എവിടെയായാലും കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ഏത് മേഖലയായാലും അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും. They have to live the expectations of teachers and parents. മെയിൻ ആയിട്ട് പ്രോബ്ലം എന്താ, കുട്ടികളുടെ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും എക്സ്പെക്ടേഷൻസിന് അവരെ ഭാവനയിൽ അല്ലെങ്കിൽ അവരൊരു ആഗ്രഹ പ്രകാരം കുട്ടികൾ ജീവിക്കേണ്ടി വരുമ്പോഴാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുന്നത്. ദർ ഈസ് എ പ്രഷർ ഫ്രം പ്യൂർ ഓൾസോ. സമപ്രായക്കാര ഭാഗത്തു നിന്നും കുട്ടികൾക്ക് പ്രഷർ അനുഭവപ്പെടും. കാരണം അവരത് ചെയ്യുക അല്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവും. ദേ ഹാവ് ടു ടേക്ക് കെയർ ഓറിയന്റഡ് ഡിസിഷൻസ്. കരിയർ ഓറിയന്റഡ് ഡിസിഷൻ ആണ് അവരെടുക്കേണ്ടത്. കുട്ടികൾക്ക് പല ഇതിലും കരിയർ എടുക്കണം എന്നുള്ള ഒരു ടൈപ്പ് ഡിസിഷൻ എടുക്കേണ്ടി വരും കുട്ടികൾ. ദേ ഹാവ് ടു പിന്നെ ദർ ഈസ് ഇൻഎബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് പാരന്റ്സിന്റെ അടുത്ത് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചില പരിമിതികൾ ഉണ്ടാവും. ഇതെങ്ങനെ എന്റെ പാരന്റിന്റെ അടുത്ത് പറയാ എന്നുള്ള തോന്നൽ ഒരു കുട്ടിക്ക് ഉണ്ടായാൽ പിന്നെ കുട്ടിയൊന്നും പറയില്ല. അപ്പൊ അങ്ങനെ അതാണ് എന്റെ ഇൻഎബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ആങ്സൈറ്റി. ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളിൽ ആങ്സൈറ്റി ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ റീസൺ. അപ്പൊ അത് പാരന്റ്സും അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പെരുമാറുകയാണെങ്കിൽ കുട്ടികൾക്കും എല്ലാ കാര്യങ്ങളും അവരായിട്ട് ഷെയർ ചെയ്യാൻ തോന്നും. അങ്ങനെ ഒരു നല്ല ആങ്സൈറ്റി ഫ്രീ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വളരെ മെന്റൽ ഹെൽത്ത് ഒക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ ഹിയർ ആർ എ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ സഫർ ഫ്രം സ്ട്രെസ് ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ്. Which of the four measures discussed in the text will be referred for each? Explain your choice. അപ്പോൾ കുറെ ആൾക്കാർ ഈ ആങ്സൈറ്റി ഉള്ള കുറെ ആൾക്കാരെ സിറ്റുവേഷൻ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ അവർക്ക് ഏതൊക്കെയാണ് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മാർഗങ്ങൾ എന്നാണ് ചോദ്യം. ഫസ്റ്റ് സിറ്റുവേഷൻ, ഹേമ ഈസ് എ ക്വയറ്റ് വുമൻ ഹു ലീവ്സ് അലോൺ ഇൻ ഡൽഹിയിൽ ഒറ്റക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഹെർ ഫാമിലി ഈസ് ഇൻ ഇൻഡോർ. അവരുടെ കുടുംബമൊക്കെ ഇൻഡോറിലാണ്. ഷീ വർക്ക്സ് ഫോർ 10 hours ഡെയിലി ഇൻ ആൻ എക്സ്പോർട്ട് കമ്പനി അറ്റ് സ്വിങ് മെഷീൻ. ഷീ ഈസ് ഡിപ്രസ്ഡ് ആൻഡ് സാഡ്. 10 മണിക്കൂറാണ് ഏകദേശം അവർ ഡെയിലി ഒരു എക്സ്പോർട്ട് കമ്പനിയിൽ തയ്യൽ മെഷീനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവര് ആകെ ഡിപ്രഷനും അതുപോലെ സങ്കടവും ഒക്കെയാണ്, മാനസികമായുള്ള തകർച്ചയും അതുപോലെ സങ്കടമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഐ തിങ്ക് ഷീ മസ്റ്റ് ഡെവലപ്പ് ഹോബീസ് അല്ലെ. വെറും ഡെയിലി രാവിലെ എഴുന്നേക്കുക, ജോലിക്ക് പോവുക, വരിക, ഭക്ഷണം കഴിച്ച് ഉറങ്ങുക, വീണ്ടും ഈ ഒരു സൈക്കിൾ മാറ്റിയിട്ട് കുറച്ച് ഹോബീസ് ഒക്കെ ചെയ്യാവുന്നതാണ് അവർക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഷീ ഹാസ് നോ വൺ ടു ടോക്ക് ടു റെഡ്യൂസ് സ്ട്രെസ്. സോ ഹോബീസ് വിൽ ഗീവ് ഹർ റിലീഫ്. ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും ആരുമില്ല. അപ്പോൾ റിലീഫ് കിട്ടാൻ വേണ്ടി ഏറ്റവും ചെയ്യാൻ പറ്റിയ ഏക മാർഗം ഹോബീസാണ്. എന്തെങ്കിലും ഒരു ഹോബി. ചില ആൾക്ക് അതൊരു ഷട്ടിൽ കളിക്കുന്നതാവാം. ഇനി ഒറ്റയ്ക്കുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് പാട്ട് പാടുന്നതോ അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതോ എന്തോ ആവാം. ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു യൂട്യൂബ് അല്ലെങ്കിൽ എന്ത് വേണേലും ചെയ്യാൻ പറ്റും. അടുത്ത, റോഹൻ ട്രാവൽസ് ഫോർ 3 hours ഡെയിലി. ഹി വർക്ക്സ് അറ്റ് എ കമ്പ്യൂട്ടർ and he's becoming so fat that people laugh at him. അപ്പോൾ റോഹൻ ഡെയിലി 3 മണിക്കൂർ യാത്ര ചെയ്യും, കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യും, അങ്ങനെ തിരിച്ചു വരും. ഇൻ ബിറ്റ്വീൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഡെയിലി തടി കൂടി വരികയാണ്. ആളുകളൊക്കെ അയാളെ നോക്കി കളിയാക്കുന്നു. അപ്പൊ അയാൾക്കുള്ള he must take exercise. He can do music, muscle relaxing exercise like walking, bending exercise, and also he can do cycling or walking part of distance. അപ്പൊ അദ്ദേഹം ഒരു എക്സസൈസ് ശീലിക്കുകയാണ് വേണ്ടത്. നടത്തമാവാം, അല്ലെങ്കിൽ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ബെൻഡിങ്, അങ്ങനെ സ്ട്രെച്ചിങ് ബെൻഡിങ് എക്സസൈസുകളാകാം.
അല്ലെങ്കിൽ സൈക്ലിങ്ങോ എന്ത് വേണേലും സ്റ്റാർട്ട് ചെയ്യാം. റീത്ത ഈസ് ബിസി റണ്ണിങ് അറൌണ്ട് ഓൾ ദ ഡേ ബട്ട് ഹെർ വർക്ക് ഈസ് നെവർ ഓവർ. ദിവസം മുഴുവൻ ഓടി നടന്നാലും അവരുടെ ജോലി തീരില്ല. ഷീ ലുക്സ് സ്ട്രെസ്ഡ് ആൻഡ് ഓവർവർക്ക്ഡ്. അപ്പൊ അവർക്ക് സ്ട്രെസ്സും ഓവർവർക്ക് അതായത് കപ്പാസിറ്റിയിലും കൂടുതൽ ജോലി ചെയ്യുക. അവർക്ക് എന്താ അവരോട് എന്താ പറയാനുള്ളത് വെച്ചാൽ ഐ തിങ്ക് ഷീ മസ്റ്റ് മാനേജ് ഹെർ ടൈം ബെറ്റർ, ഡിവൈഡ് ഹെർ ടൈം ഇൻ ടു ABC type task, and an important thing is that she must think positively and communicate her feelings with parents and friends. Will help you to more happy and stress free അല്ലെങ്കിൽ anxiety free എന്നൊക്കെ പറയാം. അപ്പൊ അവര് ഡെയിലി വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ജോലിയെ തരംതിരിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രശ്നമില്ല, ദിവസം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് തരംതിരിച്ച് അതിനനുസരിച്ച് മാത്രം ചെയ്യുക. അതുപോലെ സംസാരിക്കുക. എല്ലാ കാര്യങ്ങളും പാരന്റ്സിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ റിലീഫ് കിട്ടും, സ്ട്രെസ് ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ട് ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് ഉണ്ടാവുന്ന ഡൗട്ടുകളൊക്കെ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ദർ. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ 9746006166. ഈ നമ്പറിൽ വിളിച്ചോ വാട്സപ്പ് ചെയ്തിട്ട് എല്ലാവരും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക. ഒന്നും ഡൗട്ട് ചോദിക്കാൻ മടി പാടില്ല. ഓക്കെ. ഈ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ദർ. കൃത്യമായ എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. വാട്സപ്പിൽ കൂടെ അല്ലേ, ചോദിക്കേണ്ട ഒരു മടിയെ പാടില്ല. ഇന്ന ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എത്ര വട്ടം വേണമെങ്കിലും ചോദിക്കാം. അത് പറഞ്ഞു തരുന്നതാണല്ലോ എൻ്റെ ജോലി. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് KED ഓൺലൈൻ ക്ലാസ്സസ്. താങ്ക് യു.